നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണത്തെ ബാലൻ ഡ്യൂറിന് ഏറ്റവും അധികം സാധ്യതയുള്ള താരം ആരാണ്? ഇതുവരെയുള്ള പ്രകടനം വെച്ച് സത്യസന്ധമായിട്ട് പറയണം, അത് റാഫീഞ്ഞയാണ് എന്നായിരിക്കും മിക്കവരും പറയുക. ഇനിയിപ്പോൾ ലൗട്രോയെ പറയുന്നവരുണ്ടാവും, മോസലയെ പറയുന്നവരുണ്ടാവും. അതൊക്കെ അവരവരുടെ നിരീക്ഷണം അനുസരിച്ചും ഇഷ്ടമനുസരിച്ചും ഒക്കെ ആയിരിക്കും. പക്ഷേ കളിയിലെ കണക്കുകൾ നോക്കുമ്പോൾ റാഫീഞ്ഞയ്ക്ക് നല്ല സാധ്യതയുണ്ട് എന്നുള്ളത് ആരും തള്ളിക്കളയില്ലല്ലോ. ബ്രസീലിയൻ ഇതിഹാസം കാഫു പറയുന്നു, ഇതിനു മുമ്പും റാഫീഞ്ഞയുടെ പ്രകടനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ബാലൻ ഡ്യൂറിനൊക്കെ പരിഗണിക്കാവുന്നതായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കണക്കുകളൊക്കെ വളരെ കൃത്യമാണ്. ബാലൻ ഡ്യൂർ അദ്ദേഹം അർഹിക്കുന്നു എന്നാണ് കാഫു പറയുന്നത്. കാഫുവിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. മാർക്ക അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, റാഫീഞ്ഞ കുറച്ച് കാലമായിട്ട് ബാലൻ ഡ്യൂർ അർഹിക്കുന്നുണ്ട്. ഈ വർഷം അദ്ദേഹം കൂടുതൽ അർഹിക്കുന്നുണ്ട്. കാരണം എല്ലാ നമ്പറുകളും അദ്ദേഹം ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിലാവട്ടെ ലലീഗയിലാവട്ടെ ഒക്കെ കളിക്കുന്ന കണക്കുകൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഇത്തവണത്തെ ബാലൻ ഡ്യൂർ അർഹിക്കുന്നുണ്ട് എന്നാണ് കാഫു പറയുന്നത്. കൂടാതെ കാഫു ഒരു കാര്യം കൂടി പറയുന്നു, ഇത്തവണത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടാൻ ഏറ്റവും അധികം സാധ്യത ബാഴ്സലോണക്കാണ് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഏതായാലും അത് സംഭവിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഒരു കാര്യം ഉറപ്പാണ്, ലാലീഗയിൽ കിരീടം ചൂടുന്നു, ചാമ്പ്യൻസ് ലീഗിൽ കിരീടം ചൂടുന്നു ബാഴ്സലോണ. അങ്ങനെ വന്ന ഉറപ്പായിട്ടും ഇത്തവണത്തെ ബാലൻ ഡ്യൂർ റാഫീഞ്ഞ കൊണ്ടുപോകും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.